എന്തുകൊണ്ടാണ് തെറുത്താത്ത ഇപ്പോൾ പിൻവാങ്ങുന്നത് എന്ന് നിങ്ങൾക്കറിയാവോ? ശരീരം എന്ന് പറയുന്ന ആ പെങ്കൊച്ചിന് ഇല്ല, വളരെ മെലിഞ്ഞിട്ട് എന്താ പറയുന്നത്, അവളുടെ തപ്പി നോക്കണം വല്ലതും ഉണ്ടോന്ന്. ആ രേണുസുതിയുടെ ലീലാവിലാസങ്ങള്, രേണുസുതിയുടെ നഗ്നചിത്രം കണ്ടോ, അവിടെ ഫോട്ടോയും കണ്ട് ആസ്വദിച്ചിട്ട് ഈ തന്തയിലായ്മ കാണിക്കുക. ഈ രേണുസുതി സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറെ ആൾക്കാർ ഇപ്പൊ രംഗത്ത് വരുന്നുണ്ട്. കുറച്ച് നാളുകളായിട്ട് രേണുവിനെ പ്രധാനമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ശാരിക. ശാരികയും രേണുവിന്റെ കൂടെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. കുറെ നാളായിട്ട് ശാരിക കടന്ന് ഭയങ്കരമായി അങ്ങ് ചിലയ്ക്കുന്നു, ഭയങ്കരമായി രേണുവിന് വേണ്ടിയിട്ട് എന്തു പറയണ്ട അങ്ങ് മുൻനിര നിൽക്കുന്നു. രേണു എന്ന് പറയണത് എന്തോ അങ്ങ് പുണ്യപ്രവർത്തി ചെയ്യുന്നൊരു വ്യക്തിയാണ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെയാണ് ഈ പുള്ളിക്കാരത്തി വന്ന് സംസാരിക്കുന്നത്. കൂട്ടത്തിൽ ഷഫീന ബീവിയെ പറ്റിയിട്ടും എന്തൊക്കെയോ കടന്ന് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് അവരുടെ വീഡിയോ ഒന്ന് കാണാം. എന്തുകൊണ്ടാണ് തെറുത്താത്ത ഇപ്പോൾ പിൻവാങ്ങുന്നത് എന്ന് നിങ്ങൾക്കറിയാവോ? പക്ഷെ എനിക്കറിയാം, ശാരിക കേബിക്ക് അറിയാം. ശാരിക കേബിയുടെ ചുറ്റിനുമുള്ള ഇവർക്കെതിരെ ഒരുപാട് ആൾക്കാർ പരാതികൾ ഇന്ന് സമാഹരിക്കുന്നുണ്ട്. ഒരു കൂട്ടപ്പരാതി, ഒരു പക്ഷേ കേരളത്തിലെ പകുതിയിലധികം സെലിബ്രിറ്റികളും, സാധാരണ സെലിബ്രിറ്റികളും, ടോപ്പിൽ ഇരിക്കുന്ന സെലിബ്രിറ്റികളല്ല, നോർമൽ സെലിബ്രിറ്റികളുണ്ടല്ലോ, സിനിമകളിലും സീരിയലുകളിലും ബിഗ് ബോസിലും ഒക്കെ പങ്കെടുത്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും. അതായത് ഷഫീന ബീവി 2-3 ദിവസത്തിന് മുന്നേ രേണുവിന്റെ ഒരു ചാറ്റ് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇനി ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുന്നില്ല എന്നുള്ള രീതി പുള്ളിക്ക് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ശാരിക പറയുന്നത് എന്തുകൊണ്ടാണ് ഷഫീന നിർത്തുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഷഫീന ബീവിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് കോടതിയിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഷഫീന ബീവിക്ക് യൂട്യൂബിലിരുന്ന് വീഡിയോ ചെയ്യാനായിട്ട് പറ്റത്തില്ല, അതുകൊണ്ട് പേടിച്ചിട്ട് നിർത്തുക എന്നുള്ള രീതിയിലാണ് ഈ പുള്ളിക്കാരത്തി പറയുന്നത്. നിങ്ങളുടെ ഒരു അറിവിലേക്ക് പറയാം, നമ്മളിനി എത്ര കേസാണോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ യൂട്യൂബിൽ ഇട്ട വീഡിയോസ് റിമൂവ് ചെയ്യാൻ പറ്റും, അല്ലാതെ വീഡിയോ ചെയ്യാതിരിക്കേണ്ടതായിട്ടുള്ള തെറ്റുകളൊന്നും അവർ ചെയ്തിട്ടില്ല. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അവർ വല്ല രാജ്യദ്രോഹ പ്രവർത്തിയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ വർക്കാവുന്ന ഒരു സ്ഥലമുണ്ട്, ഫേസ്ബുക്ക് വേണമെങ്കിൽ സൈബർ ഡോമിന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ സാധനം നീക്കം ചെയ്യാൻ പറ്റും. അതായത് ഫേസ്ബുക്ക് പേജ് എടുത്ത് കളയാൻ പറ്റും. അഖിൽ മാരാറിൻ്റെ പേജ് കളഞ്ഞ കണക്ക്. സോ ഇല്ലാത്ത ഓരോ കഥകൾ വന്നിരുന്നിട്ട് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കരുത്. നിങ്ങൾക്ക് രേണുവിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം, പ്രശ്നമില്ല. പക്ഷെ എന്ന് പറഞ്ഞിട്ട് ഈ വായി തോന്നുന്ന എല്ലാം ഇങ്ങനെ വിളിച്ച് പറയുന്നത് ശരിയാണോ? അത് മാത്രമല്ല, രേണു ചെയ്ത എന്ത് പ്രവൃത്തിയാണ് നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുന്നത്? നിങ്ങൾ കുറേ നാളായിട്ടേ ഭയങ്കരമായിട്ട് കിടന്ന് ഈ വിഷയത്തിൽ ചിലയ്ക്കുന്നുണ്ട്. ഇത് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരെ തെറി വിളിക്കുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ കാണിക്കുന്നതിന് നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? നിങ്ങൾക്ക് ബിഗ് ബോസ് എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് പോലും മര്യാദയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തിയാണ്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ നിങ്ങൾ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കണ്ടന്റ് കിട്ടുമെന്ന് എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മാറ്റിമറിച്ചൊരു വ്യക്തിയാണ് നിങ്ങൾ. ബിഗ് ബോസ് താരങ്ങളുടെ ഒരു കൂട്ടം ആൾക്കാർ ഇവർക്കെതിരെ ഒരു പരാതി സ്വരൂപിച്ചിട്ടുണ്ട്. അത് ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുമുണ്ട്, പലയിടത്തും എത്തിക്കഴിഞ്ഞു, പല ഡിപ്പാർട്ട്മെന്റുകളിലും എത്തേണ്ടടുത്തും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ ഇനി ഷഫീന ബീവിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ? ചിലപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഉണ്ടേ വെള്ളവും തിന്നിരിക്കുവാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ഒരു കേസ് പറയാം, ഈ ഷഫീന ബീവിയെ പറ്റിയിട്ട് വലുതായിട്ട് അറിയാത്തത് കൊണ്ടായിരിക്കും അവർ അങ്ങനെ വന്ന് സംസാരിക്കുന്നത്. അവരുടെ സ്വഭാവം വെച്ചൊരു വിഷയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അടിവേര് വരെ കണ്ടിട്ടേ നിൽക്കത്തുള്ളൂ. അത് വേറൊരു സത്യം, അത് നമുക്കൊക്കെ അറിയാവുന്നൊരു കേസാണ്. എന്തായാലും നടക്കട്ടെ, കേസും വഴക്കുമൊക്കെ എവിടെ വരെ പോകും എന്ന് നമുക്ക് നോക്കാം. ഇനി ഒരു വീഡിയോയും കൂടിയുണ്ട്. ഞങ്ങളുടെ തന്നെ ബിഗ് ബോസിലെ വേറൊരു കണ്ടസ്റ്റന്റ്, എക്സ് കണ്ടസ്റ്റന്റ്, അവരുടെ പ്രൊഫൈൽ നിങ്ങളൊന്ന് എടുത്തു നോക്കണം. അതിനകത്ത് മൊത്തം ക്ലീവേജും മൊത്തം തൈസും ബാക്കും എന്താ പറയാ, ഈ പറയപ്പെടുന്ന പോലെ വയറും എല്ലാം കാണിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ശാരിക പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് രേണുവിനെ കാട്ടി മോശമായിട്ട് ഈ സബ്സ്ക്രിപ്ഷനിലൂടെ പല കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമില്ലേ? അതിൻ്റെ താഴെ പോയി ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അവരൊക്കെ അങ്ങനെയാണെന്ന് പബ്ലിക്കായിട്ട് അക്സെപ്റ്റ് ചെയ്ത് കാണിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ രേണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. രേണു ഉണ്ടാക്കി വെച്ചൊരു പിക്ചറുണ്ട് പണ്ട് തൊട്ടേ, അതുകൊണ്ടാണ് രേണുവിന് സത്യം പറഞ്ഞ ഇത്രയും ഹെയ്റ്റ് വരുന്നത്. അതായത് മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു, എൻ്റെ സുധിച്ചേട്ടനായിരുന്നു എൻ്റെ ജീവൻ എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ, അതായത് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കാട്ടിക്കൂട്ടിയ കുറേ പരിപാടികളുണ്ട്. അപ്പം അതിനെല്ലാം വിപരീതമായിട്ടാണ് ഇവർ ഈ സബ്സ്ക്രിപ്ഷനിലൂടെ ഓരോ പ്രവർത്തികൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ആരായി കഴിഞ്ഞാലും പ്രതികരിക്കും. അത് കാണുമ്പോഴത്തേക്ക് ഏത് നാട്ടുകാരായി കഴിഞ്ഞാലും ഇത് കാണുമ്പോൾ അയ്യേ ഈ സ്ത്രീ എന്തോ ഇങ്ങനെ കാണിക്കുന്നത്, ഇവർ ഇങ്ങനെയൊന്നും അല്ലല്ലോ നമ്മൾ ഇവരെ പറ്റി വിചാരിച്ചത് എന്നുള്ള രീതിയിലേ വരൂ. അല്ലാതെ ആ ചെയ്തതെല്ലാം അങ്ങ് ഭയങ്കര സംഭവമായിട്ട് വരത്തില്ല. പിന്നെ അങ്ങനെ ചെയ്യുന്ന ഈ സബ്സ്ക്രിപ്ഷനിലൂടെ നിങ്ങൾ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അതാരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഒരു മനുഷ്യരും സപ്പോർട്ട് ചെയ്യത്തില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതിന് ബോധവും വിവരം ഉള്ളവർ അങ്ങനെയൊക്കെയുള്ള പ്രവർത്തികൾ ചെയ്യുന്നത് ആരും സപ്പോർട്ട് ചെയ്യാൻ പോകത്തില്ല. ഇനിയിപ്പോൾ രേണു അല്ല, ഇനിയിപ്പം ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊന്നും സപ്പോർട്ട് ചെയ്യത്തില്ല. അങ്ങനെയുള്ള സബ്സ്ക്രിപ്ഷൻസും കാര്യങ്ങളും എല്ലാം ക്യാൻസൽ ചെയ്യണം. അതായത് അവരുടെ ചാനൽ തന്നെ അടിച്ചു പോകണമെന്നേ നമ്മളെല്ലാവരും പറയത്തുള്ളൂ. വളരെ നൈസായിട്ടുള്ള ഡ്രസ്സുകൾ അവരിടുന്നുണ്ട്. അതിൻ്റെ കമൻറ്റുകൾ താഴെ ഒരു 10, 200, 300 കമൻ്റ് ഉണ്ടാവും ഓരോ പിക്സിനും. അതിലൊക്കെ തീയും പൂവും പൂച്ചെണ്ട് ജണ്ടുമാല ബൊക്കെ
ഹാരങ്ങൾ, ഇതൊക്കെയാണ് അതിനകത്തുള്ളത്. ഒരു മോശം വാക്ക് മലയാളികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. രേണുവിൻ്റെ ഒരു ചാറ്റ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ ചാറ്റിനകത്ത് രേണു ഇത് കണക്ക് കാല് കാണിച്ച് സ്റ്റോറി ഇടുന്ന ഒരു ചാറ്റാണ്. അത് ശരിക്കും പറഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ ചെയ്ത ആൾക്കാർക്ക് മാത്രമേ ആ ഒരു സ്റ്റോറി കാണാൻ പറ്റത്തുള്ളൂ. അതിന് റിപ്ലൈ കൊടുത്ത ചാറ്റിനാണ് രേണു മറുപടി കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? അത് രേണുവിൻ്റെ ചാറ്റാണെന്ന് ഞാൻ ഇവിടെ സ്ഥാപിക്കുന്നില്ല. പക്ഷേ എന്നാൽ പോലും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സംശയം ഉണ്ടാക്കുന്ന ഒരു സാധനം തന്നെയാണത്. അതിന് നിങ്ങൾക്ക് ആർക്കും ഒന്നും പറയണ്ടേ. അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എൻ്റെ മാനേജറെ കോൺടാക്ട് ചെയ്താൽ മതിയെന്ന്. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഡയറക്റ്റ് മീറ്റിന് റെഡിയാണോ, എത്രയാണ് പേയ്മെൻ്റ് എന്ന് ചോദിക്കുമ്പോഴാണ് ഇങ്ങനെ പറയുന്നത്. അതും കഴിഞ്ഞിട്ട് 2 ദിവസത്തിന് മുന്നേ രേണു ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട ഒരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റിൻ്റെ താഴെ അയ്യോ മാനേജറെ കോൺടാക്ട് ചെയ്യേണ്ടി വരുമോ എന്ന് ചോദിക്കുമ്പം രേണു അത് വളച്ചൊടിച്ച് വേറൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ആ കമൻറ്റ് എന്താണ്? അതെ, മറ്റേ കോഫി കുടിക്കണമെങ്കിലോ അല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്യണമെങ്കിലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം എൻ്റെ മാനേജറിനെ വേണം കോൺടാക്ട് ചെയ്യാനെന്ന്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ? അല്ലെങ്കിൽ രേണു എന്താ വന്ന് പറയാത്തത്? ആ ചാറ്റ് ഫേക്കാണ്, എന്നെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണെന്ന് എന്താ പറയാത്തത്? നിങ്ങൾക്ക് ആർക്കും ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് ഇപ്പോഴും രേണു ചെയ്യുന്നതെല്ലാം അടിപൊളിയാണ്, സൂപ്പറാണ് എന്നുള്ള രീതിയിലാണ് നിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെളുപ്പിച്ചോ? വെളുപ്പിക്കുന്നതിന് ഒരു മാന്യത വേണം. അപ്പൊ രേണു സുധി, അതും ശരീരം എന്ന് പറയുന്ന ആ പെങ്കൊച്ചിന് ഇല്ല, വളരെ മെലിഞ്ഞിട്ട് എന്താ പറയുക, അവളുടെ തപ്പി നോക്കണം വല്ലതും ഉണ്ടോന്ന്. കണ്ടോ, ഇതിപ്പോൾ ഒരു തരം ബോഡി ഷേമിംഗ് അല്ലേ? ഞാനൊന്നും എൻ്റെ ജീവിതത്തിൽ രേണുവിനെ പറ്റി ഇങ്ങനെയൊന്നും വന്ന് വീഡിയോ ചെയ്തിട്ടില്ല. രേണുവിൻ്റെ ഡ്രസ്സിങ് ഭയങ്കരമായിട്ട് ഞാൻ കളിയാക്കിയിട്ടില്ല. രേണുവിൻ്റെ പല്ല് പൊങ്ങിയിരിക്കുമെന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല. രേണു കാണിക്കുന്ന പ്രവൃത്തികൾ നമ്മൾ പറയുക. ഇതിപ്പോൾ ഇവർ ചെയ്യുന്ന ഒരു തരം ബോഡി ഷേമിംഗ് അല്ലേ? ഇതിനൊന്നും പറയാനില്ലേ? ഇവർ ഭയങ്കര സംസാരമായിരുന്നല്ലോ. രേണുവിനെ കളിയാക്കുന്നു, രേണുവിനെ വണ്ണമില്ലെന്നും പറഞ്ഞ് കളിയാക്കുന്നു, രേണുവിൻ്റെ പല്ല് കളിയാക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവർ പല വീഡിയോസിനും വന്നിട്ട് ഓരോന്നൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് വായി തോന്നുന്നത് എന്തും വിളിച്ച് പറയാം. പരുവത്തിൽ നടക്കുന്ന ഒരു പെങ്കൊച്ചിനെ അല്ലെങ്കിൽ ഒരു പെണ്ണിനെ, ഇനി പെങ്കൊച്ചെന്ന് പറഞ്ഞിട്ട് വേണ്ട, ഒരു യുവതിയെ നല്ല ശരീരവും നല്ല എന്താ പറയുക ശരീരഭാഗങ്ങളും കാണിച്ച് പലരും ഉദ്ഘാടനത്തിന് വരെ വരുന്ന കോലം എങ്ങനെയാണ്? കണ്ടോട്ടെ, കയറി പിടിച്ചോ എന്ന മട്ടാണ് പലരും ഉദ്ഘാടനത്തിന് വരുന്നത്. പറയുമ്പോൾ പലരും സദാചാരം എന്നൊക്കെ പറയെങ്കിലും മലയാളികൾ നിങ്ങൾ ഈ പറഞ്ഞ സദാചാരം ഉണ്ടല്ലോ, ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ ഉദ്ഘാടനത്തിന് വരുന്നതൊക്കെ കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തന്നെയാണ് രേണു സബ്സ്ക്രിപ്ഷനിൽ കിടന്ന് കാട്ടിക്കൂട്ടുന്നത്. ഇതിൽ തന്നെ നിങ്ങൾ പറയാതെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. എന്താ പറയുന്നത്, എന്താ സംസാരിക്കുന്നത് എന്ന് ഈ ഒരു സ്ത്രീക്ക് യാതൊരു ബോധവുമില്ല. ഇവർ കംപ്ലീറ്റ്ലി സമനില തെറ്റി നടക്കുവാണ്. അതായത് എന്തും അങ്ങ് വിളിച്ച് പറയുകയാണ്. ഇവർക്കിപ്പം സത്യം പറഞ്ഞാൽ എനിക്കൊന്നും റീച്ചും കാര്യങ്ങളും ഇല്ല. അത് വാസ്തവമാണ്. ഞാൻ ഇവിടെയും കണ്ടിട്ടില്ല ഇവരെന്തെങ്കിലും ഒരു ടോപ്പിക് ഇട്ട് നല്ല വ്യൂവർഷിപ്പ് കിട്ടുന്നതായിട്ട്. ഇവരിടുന്നതെല്ലാം മാക്സിമം പോയി കഴിഞ്ഞാൽ 5000 10,000 ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ നിൽക്കത്തുള്ളൂ. കാര്യം എന്താ? ഇവരുടെ വീഡിയോസ് കാണാൻ ഒരു മനുഷ്യർക്കും ഇഷ്ടമല്ല. അതുകൊണ്ടാണ്. ഒന്നെങ്കിൽ അന്തസ് കാണിക്കുക. അങ്ങനെ അല്പവസ്ത്രധാരികളെ എല്ലാ സ്ത്രീകളെയും നിങ്ങൾ പോയി കുറ്റം പറയണം. ഇതിൽ പ്രധാനമായിട്ട് ഇപ്പോൾ കുറ്റം പറയുന്നതാണ് രേണു സുധി. അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി എല്ലാവരും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തത്. മെമ്പർഷിപ്പിനെ പറ്റി എല്ലാവരും വീഡിയോ ചെയ്തിട്ടില്ലേ? റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന മിക്ക ആൾക്കാരും മെമ്പർഷിപ്പ് ലൈവിനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രിപ്ഷനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. ഇതൊന്നും നിങ്ങളുടെ കണ്ണിൽ കാണാത്തത് ഞങ്ങളുടെ ആരുടെയും പ്രശ്നമൊന്നും അല്ല. ഇനി അടുത്ത ഒരു മഹാൻ ഇറങ്ങിയിട്ടുണ്ട്. രേണുസുധിയുടെ ലീലാവിലാസങ്ങള്, രേണുസുധിയുടെ നഗ്നചിത്രം കണ്ടോ? ഏതൊക്കെ തരത്തിലാണ് ആൾക്കാർ ഡ്രസ് ചെയ്ത് വരുന്നത്? ഓരോ വസ്ത്രങ്ങൾ ഇടേണ്ട സ്ഥലങ്ങളിൽ ഇടണം. അതിനെന്താ യോജിപ്പ്? കേരളത്തിലെ അതിഭീകരമായ ലൈംഗിക ദാരിദ്ര്യം ഒന്ന്. ലൈംഗിക ദാരിദ്ര്യം എന്ന് പറയുന്നത് ഓക്കെ, അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ എവിടെ എന്ത് ധരിക്കണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. വ്യക്തി സ്വാതന്ത്ര്യമാണ് ഡ്രസ്സുകളെന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ളത് ധരിക്കാം എന്നും പറഞ്ഞ് എല്ലാത്തിനും ഒരു മാന്യത വേണമെന്നാണ് പല ആൾക്കാരും പറയുന്നത്. അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ മെജോറിറ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ പറയത്തുള്ളൂ. മനസ്സിലായില്ലേ? ചുമ്മാ ഇതിനകത്ത് വന്നിരുന്ന താളം അടിക്കാനായിട്ട് നിങ്ങളെ കൊണ്ടൊക്കെ പറ്റും. നിങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ ആരെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഡ്രസ്സ് ഇട്ടിയോ ഇങ്ങനെ ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ വന്ന് സപ്പോർട്ട് ചെയ്യുമോ? അതേ എനിക്ക് ചോദിക്കാനുള്ളൂ. ഈ കപട സദാചാരമാണ്. ഇതേ ആൾക്കാർ ചിലപ്പോൾ RJ ബിൻസിയുടെ പ്രൊഫൈലിൽ പോയിട്ട് മെസ്സേജ് അയക്കുന്നുണ്ടാവും. കൊല്ലസുധിയുടെ ആത്മാവിന് മോക്ഷം കിട്ടാനായിട്ടാണ് രേണുസുധി സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയെന്നൊക്കെ വന്നിട്ടുണ്ട് കമന്റ്. ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു സ്ത്രീ എങ്ങനെ ജീവിക്കുന്നത്? ഈ സബ്സ്ക്രിപ്ഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇതിന് വേണ്ടിയിട്ടാണോ? അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്ന ഇതിനൊക്കെ സബ്സ്ക്രിപ്ഷനിലൂടെ ഇങ്ങനെയുള്ള എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഓരോ ഫോട്ടോസും വീഡിയോസും പുറത്ത് വിടാൻ വേണ്ടിയിട്ടാണോ ഈ സബ്സ്ക്രിപ്ഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുക എന്നുള്ള രീതിയിൽ ഇങ്ങനെയൊക്കെ വന്നിരുന്ന് സംസാരിക്കല്ലേ? എന്തെങ്കിലും ഒരു ബോധമുണ്ടോ? ഒന്നാമത്തെ കാര്യം ഇയാൾ ആരാന്ന് പോലും എനിക്കറിയത്തില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതിനൊക്കെ എത്ര നിസ്സാരമായിട്ടാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ അതെന്തോ ആയിക്കോട്ടെ, അത് രേണുവിൻ്റെ ഇഷ്ടം, രേണു അങ്ങനെ ജീവിച്ചോട്ടെ. പക്ഷെ രേണു കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ, പല 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 കേസുകൾ നിങ്ങൾ എടുത്ത് നോക്ക്. എങ്ങനെ ഇവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും? സപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രവർത്തികൾ ഇവർ കാണിക്കുന്നുണ്ട്. ഈ വിപിൻ ലാലിൻ്റെ കേസിനകത്ത് ഞാൻ സത്യം പറഞ്ഞാൽ രേണുവിൻ്റെ ഭാഗത്ത് ചെറിയ ന്യായമുള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്.
അത് രേണുവിനെ മുഴുവനായിട്ട് കുറ്റം പറയാൻ പറ്റത്തില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ബാക്കിയുള്ള ഓരോ കാര്യങ്ങൾ എടുത്ത് നോക്ക് നിങ്ങൾ. കേരളത്തിലെ ചില പുരുഷ സമൂഹങ്ങൾക്ക് കുറച്ച് പ്രശ്നമാണ്. 350 രൂപ കൊടുത്ത് രേണുസുതിയുടെ സബ്സ്ക്രിപ്ഷനും ചെയ്ത് അവിടെ ഫോട്ടോയും കണ്ട് ആസ്വദിച്ചിട്ട് ഈ തന്തയിലായ്മ കാണിക്കൽ. കാര്യം വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു സ്ത്രീയുടെ മാനത്തിന് വരെ വന്ന് ആക്ഷേപിക്കുക എന്ന് പറയുന്നത് അത് ഏറ്റവും ഭയങ്കര കുറ്റകരമാണ്. അതുപോലും രേണുവിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് രേണു അത് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് രേണു കേസ് കൊടുത്തില്ല? ഇത് കൊടുക്കാതെയും പ്രതികരിക്കാതെയും ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാവരും രേണു ഈ ഒരു തെറ്റ് ചെയ്തു എന്നേ വിചാരിക്കത്തുള്ളൂ. സോ അതുകൊണ്ട് ഈ മെഴുകുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് ഇതേ ഉള്ളൂ പറയാനായിട്ട്, എന്തെങ്കിലും ഒരു വിഷയത്തിൽ പ്രതികരിക്കുമ്പം അറ്റ്ലീസ്റ്റ് അതെന്താണ് അതിൻ്റെ എക്സാക്ട് സംഭവം എന്നൊന്ന് പഠിച്ചിട്ട് നീയൊക്കെ റിയാക്ട് ചെയ്യും. അല്ലാതെ എനിക്ക് ഇന്നൊന്നും പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല. ശാരികൊന്നും പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല. ശാരിക ചുമ്മാ അത് ഇപ്പം നമ്മൾ ഈ വീഡിയോ ഇട്ടെന്നും പറഞ്ഞിട്ട് ഇപ്പം നമ്മളെ എടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്ത് നമ്മളെ വന്ന് തെറി വിളിക്കാനായിട്ട് വന്ന്. കാര്യം ഈ ഒരു സ്ത്രീയുടെ സ്വഭാവം അങ്ങനെയാണ്. അവരങ്ങ് എല്ലാത്തിനോടെ അവർക്കങ്ങ് പുച്ഛവും ധിക്കാരവുമാണ്. അവരെന്തോ വലിയൊരു സംഭവമാണെന്നുള്ളൊരു സ്വന്തമായിട്ട് അവരുടെ ഒരു വിചാരം. ഇത്രയേ ഉള്ളൂ സംഭവങ്ങൾ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.